ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ വളരെ മനോഹരമായ ഒരു വിശുദ്ധ കുർബാനയിലൂടെയും ഇപ്പോൾ ഭക്തി നിർഭരമായ വെസ്പറയിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. കാരണഭൂതനായ മനുഷ്യൻ ഔസേപിതാവിൻ്റെ തിരുനാൾ. സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് വലിയ ബഹുമാനങ്ങളൊന്നും കിട്ടാത്ത ഒരു കാലമാണ്. ശരിയല്ലേ? മാധ്യമ മേഖലയിലുള്ളവരെ മനുഷ്യരൊക്കെ അത്ര സുഖകരമായിട്ട് കാണാത്ത ഒരു കാലഘട്ടമാണ്. ഞാൻ പഠിച്ചിരിക്കുന്ന വിഷയം മാധ്യമ മേഖലയിലാണ്. 2 ഇടങ്ങളിലായി ദ ഹിന്ദു ന്യൂസ് പേപ്പറിലും പിന്നെ റിപ്പോർട്ടറിലും കുറച്ച് നാൾ ജോലി ചെയ്യാനും എനിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഈ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ അധ്യാപകരൊക്കെ മാധ്യമ പ്രവർത്തന മേഖലയെക്കുറിച്ചും ഇന്ത്യൻ മാധ്യമ മേഖലയിലെ അധികായരായ മനുഷ്യരെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഞങ്ങളോട് പറയും, ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നിങ്ങളൊന്നും ഒരിക്കലും ഇതുപോലെ ആകരുത് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതുപോലെ ആകരുതെന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ അധ്യാപകരും തന്നെ ഒരു മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുൻപിലേക്ക് എടുത്ത് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ്റെ പേര് സായിനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മുഴുവൻ പേര് ഫാൽഗുനി പി സായിനാഥ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഔസേപിതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് വന്ന് എന്താണ് അച്ഛൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നതെന്ന്. ഈ ഫാൽഗുനി പി സായിനാഥ്, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് പറഞ്ഞു തുടങ്ങാം എന്ന് കരുതുകയാണ്. ഈ മനുഷ്യൻ മാധ്യമ മേഖലയിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ശബ്ദം എന്നുകൂടിയാണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കുറേ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. ദ ഹിന്ദു ന്യൂസ് പേപ്പറിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വില്ലേജ് ന്യൂസ് എഡിറ്റർ എന്ന് മനുഷ്യർ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആരും വാർത്തയാക്കാത്ത കാര്യങ്ങൾ വാർത്തയാക്കുന്ന മനുഷ്യൻ, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമാകുന്ന വ്യക്തി, ഇങ്ങനെയൊക്കെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാർത്തകളിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക, ഞാൻ ഹിന്ദുവിലായിരുന്നപ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം കൊണ്ടുവരുന്ന വാർത്തകളിൽ അദ്ദേഹത്തിൻ്റെ വാർത്തകളിൽ ഉണ്ടാവുക ഒരുപക്ഷെ കർഷകൻ്റെ ആത്മഹത്യകളോ അല്ലെങ്കിൽ പട്ടിണി മരണങ്ങളോ ആദിവാസി മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളോ ന്യൂനപക്ഷത്തിൻ്റെ പീഡനങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആരും വാർത്തയാക്കാത്ത. ഒരു സെലിബ്രിറ്റി വാർത്തകളും അദ്ദേഹം കൊണ്ടുവരാറില്ല. ഒരിക്കലും ഒരു പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയപരമായിട്ട് വല്ലാത്ത ഹൈപ്പ് കിട്ടുന്ന വാർത്തകളൊന്നും അദ്ദേഹം കൊണ്ടുവരാറില്ല. ആരും വാർത്തയാക്കാത്ത കാര്യങ്ങൾ വാർത്തയാക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഡയറക്ടർ, ഞങ്ങളുടെ എഡിറ്റർ ഞങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫറൻസ് ബാംഗ്ലൂർ വെച്ച് നടക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് 2 പേര് പോകണം. ആർക്കൊക്കെ പോകണം? ഞാൻ പറഞ്ഞു ഞാൻ പോകാം. അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ ചെന്നു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് നടന്നത്. അപ്പോൾ കോൺഫറൻസിൽ വന്നതെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. മാധ്യമ പ്രവർത്തകരെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഡോക്യുമെൻ്ററി, ഇവിടെ മുതൽ നമ്മളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ആ മനുഷ്യന്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരു ഡോക്യുമെൻ്ററി, അതിൻ്റെ പേര് ഹൂ ഈസ് നീറോസ് ഗസ്റ്റ് എന്നുള്ളതാണ്. ആരാണ് നീറോയുടെ അതിഥികൾ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി. ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. ആരാണ് നീറോയുടെ അതിഥികൾ? അപ്പോൾ ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഞങ്ങളോടുള്ള സംഭാഷണം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം മൈക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ തലക്കെട്ട് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്താണ് ഇങ്ങനെ ഒരു തലക്കെട്ടെന്ന്. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ആരാണ് ഇതിലെ നീറോ എന്ന്? ആരാണ് നീറോ? കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ആരാണ് നീറോ ചക്രവർത്തി? ആരായിരുന്നു അദ്ദേഹം? റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ്. റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തിയും ക്രൈസ്തവ സഭയുമായിട്ട് എന്താണ് ബന്ധം? എന്താണ് ബന്ധം? നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് എങ്ങനെയാണ്?
ഒരുപാട് മതമർദ്ദനങ്ങൾ നടത്തിയ ഒരു മനുഷ്യൻ എന്ന പേരിലാണ്. എന്ന് പറഞ്ഞാൽ അനേകം മനുഷ്യരെ ജീവനോടെ തൊലിയുരിഞ്ഞും രഥങ്ങളുടെ പുറകിൽ കെട്ടിയിട്ട് തൊലി ഉരിച്ചുരിച്ച് രഥം ഓടിച്ച് കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ കൊളോസിയത്തിൽ വിശന്നു പറഞ്ഞിരിക്കുന്ന വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു കൊടുത്തും വാളിനിരയാക്കിയും തലകീഴായി കുരിശിൽ തറച്ചും പന്തങ്ങളായി മനുഷ്യരെ വഴിവിളക്കുകളിൽ കത്തിച്ചു നിർത്തിയും അങ്ങനെ ഒത്തിരിയേറെ ക്രൂരമായി, ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായി ക്രിസ്ത്യാനികളോട് ഇടപെട്ടിരിക്കുന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ചുള്ള തിരച്ചിലിനൊടുവിൽ എല്ലാ ക്രിസ്ത്യാനികളും എത്തിച്ചേരുന്ന പേരാണ് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തുടങ്ങി, നീറോയെ നിങ്ങൾക്ക് അറിയാമല്ലോ. നീറോ ചക്രവർത്തി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ശരിയാണല്ലോ, നീറോ ചക്രവർത്തിയെക്കുറിച്ച് ഇനി എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ചരിത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ നീറോ ചക്രവർത്തി ഒരു വിരുന്ന് കൊടുത്തു. വിരുന്നിന് വേണ്ടി അദ്ദേഹം ക്ഷണിച്ചത് ആ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖരായ മനുഷ്യരെയാണ്. സാമന്ത രാജാക്കന്മാരെ ക്ഷണിച്ചു, സൈനിക ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിച്ചു, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉയർന്ന പദവികളിലിരിക്കുന്ന മനുഷ്യരെ ക്ഷണിച്ചു. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾക്ക് വേണ്ടി ഒരു വിരുന്ന് കൊടുക്കുവാൻ ആ മനുഷ്യൻ തീരുമാനിച്ചു. വിരുന്നുശാലയിലേക്ക് 100 കണക്കിന് അതിഥികളെത്തി. ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ വിരുന്നുശാല ഇരുട്ടിലായിരുന്നു. ദീപാലങ്കാരങ്ങളൊന്നുമില്ല. വിരുന്നുശാലയിൽ ഇരുട്ടാണ്. എല്ലാവരും ഇങ്ങനെ കൗതുകം പൂണ്ട്, എന്താണ് ചക്രവർത്തി ഇങ്ങനെ വിരുന്നുശാലയിൽ ദീപാലങ്കാരങ്ങളില്ലാത്തത്, ഇരുട്ടിൽ നിൽക്കുന്നത് എന്താണ് എന്ന് കരുതുമ്പോൾ ചക്രവർത്തി എഴുന്നള്ളിയിട്ട് അദ്ദേഹം കൈയടിച്ചു. അദ്ദേഹം ഇങ്ങനെ കൈയടിച്ചപ്പോൾ അതൊരു സിഗ്നലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിഗ്നൽ കേട്ട് സൈനിക ഉദ്യോഗസ്ഥന്മാർ 100 കണക്കിന് മനുഷ്യരെ ഉന്തിത്തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് തടവറയിൽ കിടന്നിരുന്ന മനുഷ്യരാണ്. അവരെ കൊണ്ടുവന്നിട്ട് 100 കണക്കിന് വിളക്കുകാലുകളുടെ അടുത്ത് അവരെ കൊണ്ടുവന്ന് എണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് പൊതിഞ്ഞ് അവരെ ഓരോരുത്തരെയും ആ വിളക്കുകാലുകളിൽ കെട്ടിയിട്ടിട്ട് അദ്ദേഹം പച്ചയ്ക്ക് കത്തിച്ചു. അങ്ങനെയാണ് വിരുന്നുശാല ദീപാലങ്കൃതമാക്കിയത്. എന്ന് പറഞ്ഞാൽ വിരുന്ന് ആസ്വദിക്കാൻ കടന്നു വന്ന മനുഷ്യരുടെ മുൻപിൽ, ആ കടന്നു വന്ന മനുഷ്യർ മുഴുവൻ കടന്നു വരുന്നത് മരണഭീതിയോടെ, മരണവെപ്രാളത്തിൽ. ഒരുപാട് മനുഷ്യര് അതികഠിനമായി അലമുറയിട്ട് കരയുന്നിടത്താണ് അദ്ദേഹം സംഗീതവും നൃത്തവും വിരുന്നും തയ്യാറാക്കി വെച്ചത്. എന്നിട്ട് ഞങ്ങളോട് സായിനാഥ് പറഞ്ഞു, ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണല്ലോ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. കേൾക്കുമ്പോൾ നമുക്കൊക്കെ അസ്വസ്ഥത തോന്നും. എത്ര ക്രൂരനായ മനുഷ്യൻ. എന്നിട്ട് ഫാൽഗുനി സായിനാഥ് പറഞ്ഞു, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് നീറോ അല്ല, എൻ്റെ പ്രശ്നം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അതിഥികളാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങളുടെ മുൻപിൽ തനിക്ക് മുൻപുള്ളവൻ കത്തിത്തീരുന്നത് കണ്ടുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് എണ്ണ ചുറ്റുമ്പോൾ, എണ്ണയിൽ മുക്കിയ തുണി ചുറ്റുമ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് അടുത്ത ഊഴം തൻ്റേതെന്നോർത്ത് ഭയാശങ്കയോടെ നിൽക്കുന്ന മനുഷ്യന്റെ കണ്ണുകളുടെ മുൻപിലിരുന്ന് ഒരക്ഷരം പോലും ആ വലിയ ക്രൂരതയെക്കുറിച്ച് പറയാൻ കഴിയാതെ നിസ്സഹായരായി, നിഷ്ക്രിയരായിരുന്നു കൊണ്ട് ആ വിരുന്ന് ആസ്വദിച്ചിട്ട് കടന്നുപോയ മനുഷ്യരില്ലേ, അവരാണ് എൻ്റെ പ്രശ്നം. അവരാണ് എൻ്റെ പ്രശ്നം. അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ അസ്വസ്ഥപ്പെടുന്നത്. അതാണ് അദ്ദേഹത്തിന് ഡോക്യുമെൻ്ററിയുടെ തലക്കെട്ടായി, ടൈറ്റിലായിട്ട് കൊടുത്തത്, ആരാണ് നീറോയുടെ അതിഥികൾ. അതിനുശേഷം അദ്ദേഹം ആ ഡോക്യുമെൻ്ററി ഞങ്ങളെ കാണിക്കുകയാണ്. ആ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുൻപ് മൈക്കെടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ ഈ നീറോ ചക്രവർത്തിയുടെ അതിഥികൾ ആരെന്ന്? ഞങ്ങളൊക്കെ ഇങ്ങനെ വാവൊളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ആ നീറോയുടെ അതിഥികൾ. എന്നിട്ട് അദ്ദേഹം മാധ്യമ മേഖലയെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് തൊട്ടു മുമ്പ് നടന്നൊരു സംഭവം എടുത്തിട്ട് പറഞ്ഞ്,
ലുക്ക് മീ ഫാഷൻ ഷോ കവർ ചെയ്യാൻ, മുംബൈയിൽ നടന്ന ആ ഫാഷൻ ഷോ കവർ ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് വാർത്തകൾ കൊടുക്കാൻ 2000-ലധികം അക്രഡിറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ കടന്നു വന്നപ്പോൾ ആ ഫാഷൻ ഷോയിൽ കടന്നു വന്ന് മോഡലുകൾ ധരിച്ചിരുന്നതെല്ലാം കോട്ടൺ വസ്ത്രങ്ങളായിരുന്നു, പരുത്തി വസ്ത്രങ്ങളായിരുന്നു. ഈ പരുത്തി കൃഷി ചെയ്യുന്ന ഗ്രാമം അവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഇടങ്ങളാണ്. അവിടെ ഓരോ ആഴ്ചയിലും ഓരോ മനുഷ്യര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരും അത് വാർത്തയാക്കിയില്ല, നിങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ ഈ മോഡലുകളെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൻ്റെ നീറോയുടെ അതിഥികൾ നിങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിഷ്ക്രിയരായിട്ടിരിക്കുന്നവരൊക്കെ തനിക്ക് ചുറ്റും നടക്കുന്ന അക്രമങ്ങൾ കണ്ടുകൊണ്ട്, അനീതികൾ കണ്ടുകൊണ്ട്, തകർച്ചകൾ കണ്ടുകൊണ്ട്, മൂല്യശോഷണം കണ്ടുകൊണ്ട് നിങ്ങൾ നിഷ്ക്രിയരാണെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നീറോയുടെ അതിഥികളായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കോൺഫറൻസ് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, ഇന്ന് ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷം ധ്യാന പ്രസംഗത്തിൻ്റെ മേഖലയിലും ഒപ്പം സഭയുടെ 2 കോളേജുകളിലുമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ ജനറേഷനിലേക്ക്, ഈ കാലഘട്ടത്തിൽ യൗവനങ്ങളെ അടുത്തു നിന്ന് അറിയാൻ ദൈവം തരുന്ന ഒരു അവസരം കൂടിയാണ്. പലപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, ഒത്തിരിയേറെ നന്മ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരിയേറെ സങ്കടങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചില മനുഷ്യരെ നമുക്കൊന്ന്, ചില കുട്ടികളെ വിളിച്ചിട്ട് ഒന്ന് തിരുത്തേണ്ടി വന്നാൽ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ കാലഘട്ടത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ കാര്യമായിട്ട് തിരുത്താറില്ല. നിങ്ങൾക്കതറിയാമോ? കാര്യമായിട്ട് തിരുത്താറില്ല. പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിൽ പേടിയാണ്. ഒത്തിരിയേറെ അധ്യാപകർ ഭയത്തോടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അധ്യാപകരോട് ചോദിച്ചു, സാറിന് ഒന്ന് പറഞ്ഞുകൂടെ ഈ രീതിയിൽ കയറി വരുന്ന ഒരു വിദ്യാർത്ഥിയോട്, സുബോധമില്ലാതെ കയറി വരുന്ന ഒരു വിദ്യാർത്ഥിയോട് എന്തുകൊണ്ടാണ് സാറ് ഒരു കൃത്യമായ നടപടി എടുക്കാതിരുന്നത്? സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനിപ്പോഴല്ലേ വന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോച്ചു. നാളെ ചോദിക്കാൻ വരുന്നത് ചിലപ്പോൾ മാതാപിതാക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, നമ്മുടെ അമ്മാവൻ്റെ മക്കളൊന്നും അല്ലല്ലോ അച്ചു. അപ്പം എനിക്ക് തോന്നി, ഒരു ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല അത്. ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമൊന്നുമല്ല. കുറേ വർഷങ്ങളോട് കടന്നു പോയപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം മാറിപ്പോയതാണ്. അദ്ദേഹം അവരെ മാത്രമായിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ട. മാതാപിതാക്കന്മാരോട് ചിലപ്പോഴെങ്കിലും പറയും, അപ്പനെ അമ്മയെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും മക്കളെക്കുറിച്ച്. ഉടനെ തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അച്ഛനൊന്ന് പറയാമോ, അല്ല അച്ഛനൊന്ന് പറയാമോ? അതെന്താ, നിങ്ങൾക്ക് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞാലൊന്നും കാര്യമില്ല അച്ചു, കേൾക്കൂല. പ്രിയമുള്ളവരെ, ചൂണ്ടുവിരലുകൾ മുറിച്ച് കളയരുത്, ചൂണ്ടുവിരലുകൾ മുറിച്ച് കളയരുത്. ഒരുപാട് കാരണവന്മാർക്ക് സംഭവിക്കുന്ന ഒരു അപകടത്തിൻ്റെ കാരണം നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കിക്കോ. ഒരു തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ ഒറ്റപ്പെടുത്തപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ പൊതുബോധത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞാൽ, ഇന്നൊരു പക്ഷേ ഒരു പൊതുബോധം ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്ന ഇടങ്ങൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ മേഖലകളാണ്. അതിപ്പോ ഫേസ്ബുക്കെന്നോ യൂട്യൂബെന്നോ മാധ്യമ മേഖലയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇത് ശരിയില്ലെന്ന് ഒരു മനുഷ്യൻ ആർജവത്വത്തോടെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസം മുതൽ ആ മനുഷ്യൻ വേട്ടയാടപ്പെടുന്നത് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരൊക്കെ ഇങ്ങനെ നീറോയുടെ അതിഥികളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിൽ മാത്രമല്ല, സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഈ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂണ്ടുവിരലുകൾ മുറിച്ചു കളയുന്ന മനുഷ്യരുടെ ഒരു കാലഘട്ടം. ഇവിടെയാണ് ഔസേപ്പിതാവ് എന്ന നീതിമാനായ മനുഷ്യന്
നമ്മൾ കണ്ടുമുട്ടുക. വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യൻ, നീതിമാനായ ഔസേപ്പ് പിതാവ്. അങ്ങനെയല്ലേ? ഔസേപ്പ് പിതാവ് എന്ന പേര് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനോട് ചേർത്ത് പറയുന്ന പേരാണ് ഔസേപ്പ് പിതാവ് നീതിമാനാണ്. ഔസേപ്പ് പിതാവ് എങ്ങനെയാണ് നീതിമാനായത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹം എങ്ങനെയാണ് നീതിമാനായത്? എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 2 സുവിശേഷകന്മാരാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾക്ക് വിവരണങ്ങൾ തരുന്നത്. അതിൽ ലൂക്കാസ് വിശേഷകൻ ഒരമ്മയുടെ കണ്ണിലൂടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് തരുമ്പോൾ, ഒരമ്മയുടെ കണ്ണിലൂടെ ഒരു കുഞ്ഞിനെ അവതരിപ്പിക്കുകയാണ് ലൂക്കാസ് വിശേഷകൻ. പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖയുടെ സന്ദർശനം, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നു, സ്നാപകന്റെ ജനനം, ഈശോയുടെ ജനനം. അപ്പോൾ പരിശുദ്ധ അമ്മ അതിനു മുമ്പൊക്കെ മംഗളവാർത്ത, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കന്നിൽ നിറവേറട്ടെ എന്നൊക്കെ പറയുന്ന, അപ്പം അമ്മയുടെ കണ്ണിലൂടെ കടന്നു പോകുന്ന ലൂക്കാസ് വിശേഷകൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. മത്തായി സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരപ്പൻ്റെ കണ്ണിലൂടെ പറയുകയാണ് ഈശോയെക്കുറിച്ച്, കുഞ്ഞിനെക്കുറിച്ച്. ഈ അപ്പൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് ഈശോയെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത്? അവിടെ ഔസേപ്പ് പിതാവിൻ്റെ റോൾ എന്താണ്? അങ്ങനെയാണ് ആ മനുഷ്യൻ നീതിമാനാകുന്നത്. ഇതൊക്കെ നോക്കിയാൽ മതി. ഔസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ വായിക്കുന്നത് സ്വപ്നങ്ങൾ കണ്ടു എന്നാണ്. സ്വപ്നങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് 5 സ്വപ്നങ്ങൾ ഉണ്ടായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. ഈ സ്വപ്നങ്ങളിൽ മുഴുവൻ നിർദ്ദേശങ്ങളായിരുന്നു. ദൈവീകമായ ഇടപെടലുകളും ദൈവീകമായ നിർദ്ദേശങ്ങളുമായിരുന്നു. ഇനി ഇതിനോട് ചേർത്ത് കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ വൊക്കാബുലറിയിൽ കടന്നു വന്നിരിക്കുന്ന പദങ്ങളിൽ ഒന്നാണ്, അല്ലെ, ഈ കാലഘട്ടത്തിലെ ഓരോ കാലഘട്ടത്തിനും ചില പദാവലികൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെടാറുണ്ട്. അതിൽ ഒരു പദാവലി ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് എടുത്തുപയോഗിക്കുന്ന ഒരു പദമാണ്. എന്തായിരിക്കും അത്? പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മൾ അല്പം വേഗതയിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു പയ്യനോട് സ്പീഡ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളോട് പറയും, നിങ്ങൾക്ക് എന്ത് വൈബാണെന്ന് പറയും? തന്ത വൈബാണ് എന്ന് പറയും, അല്ലെങ്കിൽ തള്ള വൈബാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഉറക്കെ മ്യൂസിക് കേൾക്കുന്ന ഒരു കൊച്ചിനോട് എന്നിട്ട് ഇച്ചിരി മെല്ലെ വെക്കടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 90കളിലെ 80കളിലെ വസന്തങ്ങളാണ്. അങ്ങനെ ചില പുതിയ പദാവലികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആയിട്ട് എടുത്തുപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ഈ തന്ത വൈബ് എന്നൊരു പദം. ആ പദത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ചില പാട്ടുകാരെ കുറിച്ച്, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ചില പാട്ടുകാരെ കുറിച്ച് ഇതൊക്കെ ഒരു പാട്ടാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഉടനെ പ്രശ്നമായി, നമ്മൾ ഈ പേരിട്ട് വിളിക്കും. ചില റാപ്പർമാരെ കുറിച്ചൊക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ, എടവേ ഇത് വല്ലതും ഒരു പാട്ടാണ്, ഇതൊക്കെ എങ്ങനെ പാട്ടാകും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ വൈബാണ് എന്ന് പറയും. എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ തന്ത വൈബാണ് ഈശോയെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. ആ അപ്പൻ്റെ സ്വപ്നങ്ങളാണ് മകനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. അതത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ പദാവലി അതത്ര മോശം പദമൊന്നുമല്ല, അതിൽ ചില നന്മയുണ്ടെന്ന് എനിക്ക് കരുതുകയാണ്. ഔസേപ്പ് പിതാവിൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളുമായിരുന്നു. ആർക്കൊക്കെ വേണ്ടി? ആ കുഞ്ഞിനു വേണ്ടി, ഔസേപ്പ് പിതാവിൻ്റെ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടി. അപ്പൊ ഭാര്യയുടെ മകന്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ കുടുംബത്തിൽ കൃത്യമായി നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ, അങ്ങനെയാണ് നീതിമാനാകുന്നത്. അവിടെ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. എതിർത്ത് പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഔസേപ്പ് പിതാവിനോട് തമ്പുരാൻ പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത്രയും നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ,
നിങ്ങൾ മക്കളെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരാകാം. നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, മക്കളെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, ഒരുപക്ഷെ ഈ രാജ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, നമ്മുടെ സമുദായത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, നമ്മുടെ സഭയെക്കുറിച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ ദൈവം ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. തമ്പുരാൻ ഉണ്ടാകണം. ഔസേപ്പ് പിതാവ് നീതിമാനായത് ദൈവത്തോടൊപ്പം സ്വപ്നം കണ്ട. തമ്പുരാന് നിരക്കാത്തതൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ദൈവത്തിന് നിരക്കാത്തതൊന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലില്ലായിരുന്നു. അങ്ങനെ ഒരു ഡയമെൻഷൻ എടുക്കാം നമുക്ക്. ദൈവത്തിന് നിരക്കാത്തതൊന്നും തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. തമ്പുരാൻ പറഞ്ഞത് മാത്രമേ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ദൈവത്തോടൊപ്പമല്ലാതെ സ്വപ്നം കണ്ടതിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തോടൊപ്പമല്ലാതെ സ്വപ്നം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ബാബേൽ ഗോപുരത്തിൻ്റെ കഥയാണ്. ബാബേൽ ഗോപുരത്തിൻ്റെ കഥ എന്താണ്? ബാബേൽ ഗോപുരത്തിൻ്റെ കഥ, മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു. ദൈവത്തോടൊപ്പമല്ലാതെ മഹത്വം നേടാനുള്ള ഒരു പരിശ്രമം മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായി. നമുക്ക് പടുത്തുയർത്താം, നമ്മുടെ പ്രശസ്തി നിലനിർത്താൻ നമുക്ക് ചില നിർമ്മിതികൾ ഉണ്ടാക്കാം. അങ്ങനെ ദൈവത്തോടൊപ്പമല്ലാതെ മനുഷ്യൻ പടുത്തുയർത്താൻ പരിശ്രമിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയ ഭാഷകൾ. പല തലത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണത്. ചിതറിക്കപ്പെട്ട ഭാഷകൾ. നമുക്കിങ്ങനെ ഒരു തലത്തിൽ അതിനിങ്ങനെ മനസ്സിലാക്കാം. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ദൈവത്തോടൊപ്പമല്ലാതെ പണുതുയർത്താൻ പരിശ്രമിച്ചപ്പോൾ ചിതറിക്കപ്പെട്ടു പോയ ഭാഷകൾ. എന്താ അതിൻ്റെ അർത്ഥം? ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം പറയണത് അമ്മയ്ക്ക് മനസ്സിലാകണില്ല, അമ്മ പറയണത് അപ്പന് മനസ്സിലാകണില്ല, മക്കൾ പറയണത് കാർന്നവന്മാർക്ക് മനസ്സിലാകുന്നില്ല, കാർന്നവന്മാർ പറയണത് പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല, സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ല, ഒരു സമൂഹം പറയുന്നത് മറ്റൊരു സമൂഹത്തിന് മനസ്സിലാക്കപ്പെടുന്നില്ല, ഒരു മതസമൂഹം പറയുന്നത് മറ്റൊരു മതസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. നിങ്ങളതിൻ്റെ ആത്യന്തികമായ കാരണങ്ങളിലേക്കൊക്കെ പൊക്കോ. തമ്പുരാൻ ഇല്ലാതെ പടുത്തുയർത്താനുള്ള പരിശ്രമങ്ങളിലാണ്, ദൈവത്തെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഭിന്നതകൾ ഉണ്ടാകുന്നത്. ഭിന്നത ആഗ്രഹിക്കുന്നത് പിശാചാണ്. കുടുംബത്തിലേക്ക് നോക്കണം. അവിടെ സ്വരച്ചേർച്ചയില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തെ കൂടാതെ എവിടെയൊക്കെയോ സ്വപ്നം കാണാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഒരു ഡയമെൻഷൻ. ദൈവത്തോടൊപ്പമല്ലാതെ സ്വപ്നം കാണാൻ പരിശ്രമിച്ചപ്പോൾ ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയി എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. പരസ്പരം ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല. രണ്ടാമത്തത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഷയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഭാഷ അതൊരു അല്പം പ്രശ്നം പിടിച്ച ഒരു ഭാഷയായിട്ട് പക്ഷെ മാധ്യമ മേഖലയോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം ഞാനതിനൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളൊക്കെ മനോഹരമായ പാട്ടുകളും ഗാനങ്ങളുമൊക്കെ 80കളിലും 90കളിലും ഒക്കെ ആസ്വദിച്ചിട്ടുള്ള മനുഷ്യരാകാം അല്ലേ? ചിലരൊക്കെ കിടന്നുറങ്ങുമ്പോഴെങ്കിലും 90കളിലെ ഗാനങ്ങളായിരിക്കാം വല്ലാത്ത സ്നേഹത്തോടെ കേൾക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പാട്ടുകളുടെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ പിള്ളേരുടെ ഇടയിൽ ആഘോഷിക്കപ്പെട്ട ഒരു ഗാനം അത് തുടങ്ങണത് ഇങ്ങനെയാണ്: മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തോന്നിയാസ കൂത്ത്, ഇതെൻ്റെ അവകാശം, ഇതെൻ്റെ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. പിന്നെന്തൊക്കെയാണ് അതിൻ്റെ അരികള്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. തീർച്ചയായിട്ടും ഈ വരികളൊക്കെ പാടുന്ന പിള്ളേര് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. വാക്കുകളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ചോര എന്ന പ്രതീകത്തെ ഒരുപാട് എടുത്തുപയോഗിക്കുന്നുണ്ട്. മുഖ്യധാരയിലേക്ക് നമ്മൾ നോക്കിയാൽ ചോര എന്ന പ്രതീകമൊക്കെ ഒരുപാട് എടുത്തുപയോഗിക്കുന്നുണ്ട്. കലയും സംസ്കാരവും എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിന് നേർക്ക് തിരിച്ചു വച്ചിരിക്കുന്ന കണ്ണാടികളാണ്. ഇപ്പോ കലയിലേക്ക് സംസ്കാരത്തിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഈ കണ്ണാടിക്കുള്ളിൽ നമ്മൾ കാണുന്നത് ഭിന്നതയുടെ സ്വരങ്ങളാണ്.
ഔസേപ്പിതാവ് ഒരു എല്ലാ കാലത്തേക്കുമുള്ള ഒരു വിശുദ്ധനാണ്, എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഒരു നീതിമാനാണ് ആ മനുഷ്യൻ. തമ്പുരാന്റെ സ്വപ്നങ്ങളും ദൈവത്തോടൊപ്പം മാത്രം സ്വപ്നം കണ്ട മനുഷ്യൻ, ദൈവം പറഞ്ഞത് മാത്രം കുടുംബത്തിൽ നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തമ്പുരാൻ പറഞ്ഞതുപോലെ മുന്നോട്ട് പോയ ഒരു മനുഷ്യൻ. ഔസേപ്പിതാവ് നീതിമാനായിട്ട് മാറിയത് തമ്പുരാനോടൊപ്പമായിരുന്നു കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഇന്ന് തിരുനാളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ഈ കാലഘട്ടത്തിന് വേണ്ടി തമ്പുരാനോടൊപ്പമായിരിക്കട്ടെ എല്ലാ നിർമ്മിതികളും, എല്ലാ പടുത്തുയർത്തലുകളും. ഒരു കുഞ്ഞനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ നോമ്പുകാലം മുഴുവൻ എനിക്ക് ഒരു അവസരം കിട്ടിയിരുന്നു. സീറോ മലബാർ സഭയുടെ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ രൂപതയിലെ ഒരു 9 ദേവാലയങ്ങളിലൂടെ 9 സ്റ്റേറ്റുകളിലായിട്ട് ധ്യാനിപ്പിക്കാൻ പോകാൻ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരില്ലേ, ഇതിലും കൂടുതൽ മനുഷ്യരുണ്ടായിരുന്നു അവിടെയുള്ള ഓരോ ദേവാലയത്തിലും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരൊക്കെ ഇപ്പം അവിടങ്ങളിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. കുഞ്ഞു കുട്ടികളടക്കം വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറെ അതിശയവും അഭിമാനവും തോന്നിയ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുട്ടിയല്ല, ഒരു യുവതിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞൊരു കൊച്ചാണ്. അവളുടെ പേര് ദിവ്യ എന്നാണ്. അഡിലൈഡ് സെൻട്രൽ പാരീഷിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ കണ്ടുകൊണ്ടത്. അപ്പോൾ എനിക്ക് താമസിക്കാൻ തന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താലാണ് ദേവാലയത്തിലേക്ക് എത്തുക. അപ്പോൾ എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകാൻ വേണ്ടി പള്ളിയിലേക്ക് ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെയുള്ള 2 പള്ളികളിലേക്ക് തുടർച്ചയായിട്ടൊരു 8 ദിവസം ഈ കുട്ടിയാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും, യൂണിഫോമിലാണ് വരുന്നത്. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ യൂണിഫോമിൽ ഓടിക്കതച്ചാണ് വരുന്നത്. അവൾ എന്ന് പറഞ്ഞാൽ റഷ് ചെയ്ത് അവൾ വരുന്നത്. എന്നെ കേട്ടുന്നു, വാഹനത്തിലെടുക്കുന്നു. അവൾ തന്നെയാണ് അവിടെ മെയിനായിട്ട് കീബോർഡ് വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. പാട്ടുകൾ ഞങ്ങൾ ഏതൊക്കെ പാട്ടുകൾ പാടണം എന്നൊക്കെയാണ് ചർച്ച ചെയ്തെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദിവ്യ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞു. ആ കുട്ടിയെക്കുറിച്ച് എല്ലാ കത്തോലിക്ക സമൂഹത്തിലും ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. റോബോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺ കൂടിയാണ്. സീറോ മലബാർ സഭാംഗമാണ്. മലയാളി കുട്ടിയാണ്. മലയാളം വായിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ മലയാളം നന്നായിട്ട് പറയും. അപ്പോൾ റോബോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ആർമിയുടെ ഒരു വലിയ പ്രൊജക്റ്റിൽ ജോലി കിട്ടി. ഒരു മാസം ഏതാണ്ട് 14 lakhs 14 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. പക്ഷേ അധികം നാൾ അവൾ ആ ശമ്പളം വാങ്ങിയില്ല. അവൾ ആ പ്രൊജക്റ്റിൽ കയറി അധികം താമസിക്കുന്നതിന് മുമ്പ് അവൾ ആ ജോലി രാജിവെച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാടി അത് രാജിവെച്ചത്? അതെ, ആ പ്രൊജക്റ്റ് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ്, ആ പൈസ എനിക്ക് വേണ്ട. പിന്നെ രണ്ടാമത് അവളോട് പറഞ്ഞു, ആ ജോലിക്ക് കയറിയാൽ പള്ളിയിലെ ടൈം അനുസരിച്ച് എനിക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് വരാൻ പറ്റില്ല. സീറോ മലബാർ സമൂഹത്തിലെ ഓസ്ട്രേലിയയിലൊരു പെങ്കൊച്ചു പറയുകയാണ്, ജോലി രാജിവെച്ചതിൻ്റെ കാരണം എനിക്ക് വൈകുന്നേരം പള്ളിയിൽ വരാൻ പറ്റില്ല, പിന്നെ ആ പൈസ ചോരയുടെ പണമാണ്, എനിക്കത് വേണ്ട. എന്നിട്ട് ഇപ്പം നീ എന്ത് ചെയ്യുന്നു? ഇപ്പം അതിൻ്റെയൊക്കെ ഒരു 1/6 സാലറിയിൽ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, നിൻ്റെ ആഗ്രഹം എന്താണ്? എന്താ നിൻ്റെ സ്വപ്നം? അവനോട് പറഞ്ഞു, എൻ്റെ അപ്പനമ്മേനെ നോക്കണം, അത്ര ഉള്ളച്ചു എന്ന് പറഞ്ഞു. കാരണം അവൾ പറഞ്ഞു, എൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും, അത് കിടന്നിടത്ത് നിന്ന് എല്ലാം സാധിക്കുന്നവരായിരുന്നു ഈ അപ്പൂപ്പനും അമ്മൂമ്മയും, അവരെ നോക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരാതിയും പറയാതെ എൻ്റെ അപ്പൻ എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സിനെ ഭംഗിയായിട്ട് നോക്കുമായിരുന്നു. മുഖത്തൊരു ചുളിവ് പോലും ഇല്ലാതെ അവരെ വൃത്തിയാക്കുമായിരുന്നു, മുഖം ചുളിയാതെ. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളെയും ഭംഗിയായിട്ട് അപ്പൻ നോക്കിയിരുന്നു. എനിക്ക് എൻ്റെ അപ്പനെ, ആ നാട്ടിലെ പ്രത്യേകത അനുസരിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ കാരണവന്മാരൊക്കെ റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് പോകും. വൃദ്ധസദനങ്ങളെന്നൊക്കെ പറയാൻ പറ്റില്ല, 5 സ്റ്റാർ വൃദ്ധസദനങ്ങൾ. അവരതിനു വേണ്ടി ഒരു തുകയൊക്കെ കരുതി വയ്ക്കും. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മേനെയും അങ്ങോട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ അവളുടെ സ്വപ്നം എന്താണ്? അപ്പനെ അമ്മേനെ നോക്കണം, എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അവൾക്കല്ല കയ്യടി കൊടുക്കേണ്ടത്, അപ്പനാണ്.
അപ്പൻ ദൈവത്തോടൊപ്പം ഒരു കുടുംബത്തിന് വേണ്ടി സ്വപ്നം കണ്ടപ്പോൾ ഇന്ന് മക്കളും തമ്പുരാനോടൊപ്പം ആ കുടുംബത്തിന് വേണ്ടി സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവം ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ.